ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഇനി ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. രണ്ടിൻ്റെ ഗുണം കിട്ടും, കെമിക്കലില്ല, ഓർഗാനിക്കാണ്. അപ്പോൾ ചുണ്ട് ഡാമേജ് ആവില്ല, ചുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടും നിറമുള്ളതായിട്ടും നേച്ചുറലായിട്ട് മാറും. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു അടിപൊളി കിടിലൻ പ്രോഡക്റ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആ കിടിലൻ പ്രോഡക്റ്റ് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത പ്രോഡക്റ്റാണ്. അത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരില്ല, അതുകൊണ്ടാണ് ഞാൻ ഓടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് ആ വീഡിയോസ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ അതിനത് കാണിച്ചിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാം കേട്ടോ. ആ കത്തി കരിവാളിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് കാണിക്കാം. അതിനുള്ളിൽ നിന്ന് എടുത്തിട്ടില്ല, ഞാൻ വീഡിയോയിൽ സെറ്റാക്കാൻ വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു, അതായത് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് സെറ്റായത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ലിപ് ബാമും ലിപ്സ്റ്റിക്കും. അതായത് ലിപ് ബാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടിനെ സംരക്ഷിക്കാനും പിഗ്മെന്റേഷൻ മാറി നേച്ചുറലായിട്ട് തന്നെ ചുണ്ട് കളർ വരാനുമാണ്, മോയ്സ്ചർ ചെയ്യാൻ, അതിനൊക്കെയാണ്. ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടുന്നത് എങ്ങനെ കളർ കിട്ടണം, നമുക്ക് ഇട്ടപ്പോൾ തന്നെ നമുക്ക് കളർ കിട്ടണം. പക്ഷെ നമുക്ക് കെമിക്കൽ പാടില്ല, നമ്മുടെ ചുണ്ടിന് ഡാമേജ് ആവാൻ പാടില്ല. അപ്പോൾ ഒരുപാട് പേര് ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നിർബന്ധമാണ് ഇടുന്നത്, സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കെമിക്കൽ ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ലിപ് ബാമും ലിപ്സ്റ്റിക്കും കൂടി ഒറ്റ പ്രാവശ്യം ഇട്ടാൽ നമുക്ക് സുഖമായിട്ട് ജോലിക്ക് പോകുന്നതൊക്കെ വളരെ സുഖമാണ്, ഈസി ആയിട്ട്. അത് സ്റ്റിക്ക് രൂപത്തിൽ നമ്മൾ ബാം കണ്ടെയ്നർ ജാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. അപ്പോൾ കണ്ടെയ്നർ ജാറിലുണ്ട്, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, തുറക്കണ്ട. നമുക്ക് എന്താ പറയുക, അപ്ലൈ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടൈം നഷ്ടപ്പെടുത്താതെ പറ്റും. അതിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിരിക്കണേ. ഒരുപാട് നാളായി പക്ഷെ ഉണ്ടാക്കാൻ നേരം കിട്ടാറില്ല. അപ്പം നമ്മുടെ സ്റ്റിക്ക് രൂപത്തിലാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു 2 മണിക്കൂറൊക്കെ ആയി. കാരണം നമുക്ക് മഴയല്ല, കുറച്ച് നേരം എടുക്കുമ്പോൾ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട്. ഉണ്ടാക്കുന്ന വീഡിയോ പോയി കണ്ടോളാം, സ്കിപ്പ് ചെയ്യരുത്. ഇത് കാണിച്ചതിന് ശേഷം നമുക്കത് കാണിക്കാം കേട്ടോ. അപ്പം ദേ കണ്ടോ, ഞാനിത് മുകളിലേക്ക് കുറച്ചാക്കിയതാണ്, നമുക്കൊരു തിന്നായിട്ട് കിട്ടാൻ വേണ്ടി. രണ്ടാമതും ഞാൻ ഇട്ടതാണ് ഇത് ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഇത് ഒറ്റ ലൈനിലാണ് നിൽക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പിങ്ക് കളറാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ, പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റിക്ക് രൂപത്തിലുള്ളത്. അപ്പം മഴക്കാലത്ത് നമ്മൾ ഉണ്ടാക്കണം, 2 മണിക്കൂറൊക്കെ കൊടുക്കണം, അത് സെറ്റ് ആവണം കേട്ടോ. അപ്പോൾ നല്ല പിങ്കിഷ് ആയിട്ട് 2 ഇതിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ, ഒരു കുറച്ച് മുകളിലേക്ക് നിൽക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട്. കണ്ട, 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ടാണ്. ഇത് സെയിലുള്ളതല്ല, ഞാൻ സാമ്പിൾ നോക്കിയതാണ്. ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഇനി ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. 2ൻ്റെ ഗുണം കിട്ടും, കെമിക്കലില്ല, ഓർഗാനിക്കാണ്. അപ്പോൾ ചുണ്ട് ഡാമേജ് ആവില്ല, ചുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടും നിറമുള്ളതായിട്ടും നേച്ചുറലായിട്ട്. ഫേസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ വെളിച്ചില്ലാത്ത പോലെ തോന്നി, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഞാൻ ഇത് ഇട്ട് കാണിക്കാൻ വേണ്ടി ലിപ്സ്റ്റിക് ഇടാണ് വന്നിരിക്കണേ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമുക്ക് എത്രത്തോളം കളർ വരുന്നത് മനസ്സിലാവും. അപ്പം നമ്മളിത് കാണുമ്പോൾ ഇത്ര കളർ ഉണ്ട്. അപ്പം നമുക്ക് കളർ നമുക്ക് ഇഷ്ടാനുസരണം കളർ ഒന്നായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഇത് അത്യാവശ്യം കളർ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയത് അത്യാവശ്യം കളർ കിട്ടും. അപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പം ഞാൻ ഇടാത്ത സമയത്ത് ഇപ്പോഴത്തെ മാറ്റം കണ്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ, അപ്പോഴേക്കും നല്ല കളർ കിട്ടുന്നുണ്ട്. അപ്പം എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ഒരേപോലെ ആക്കി കൊടുക്കണം. കണ്ടാ, നന്നായിട്ടില്ലേ, നല്ല കളറില്ലേ. അപ്പോൾ ഇത്ര നമുക്ക് ലിപ്സ്റ്റിക് കളർ കിട്ടും. ഇനി ഒന്നും കൂടി നിങ്ങൾ ഇത് തേക്കാന്ന് വെച്ചാൽ, അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ വളരെ നല്ല കളർ കിട്ടും. എനിക്ക് അത്രയധികം കളർ ഇഷ്ടമല്ല, കാരണം ഇത് പിങ്കാണ്. അപ്പോൾ അങ്ങനെ ഉദിച്ച് നിൽക്കില്ല കേട്ടോ. ഇതിന് കാണുന്ന പോലെ ഇങ്ങനെ ബ്രൈറ്റായി നിൽക്കില്ല, പക്ഷെ ബ്രൈറ്റായി നിൽക്കുന്നവർക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള കളർ ഇതിനാണ് കൂട്ടിയെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തൊട്ടിട്ടേ ഉള്ളൂ. ഒന്നും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് കളർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലിപ് ബാം ലിപ്സ്റ്റിക്കോ വേറെ ഉപയോഗിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല, ഈസിയാണ്.
അപ്പോൾ നമ്മുടെ ചുണ്ട് കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മളിപ്പോൾ എന്നിടുമ്പോൾ നമുക്ക് അതിനൊരു കുറേ നാൾ കഴിയുമ്പോൾ ചുണ്ടൊക്കെ അതില്ലാതെ കാണുമ്പോൾ നമുക്കറിയാം അതിന് മാറ്റം കെമിക്കലല്ലേ. അപ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ ആ സ്കിന്നൊക്കെ വളരെയധികം ഡാമേജ് ആവും. ഇതൊന്നുമില്ല, ഹോം മെയ്ഡാണ്, ഓർഗാനിക് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കാണിക്കുകയാണ് ഇടാത്ത സമയത്ത് ഇതും കേട്ടോ. എല്ലായിടത്തും ഒരേപോലെ എന്ന് വിചാരിക്കണേ. കണ്ടോ, നല്ല കളറ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു കേട്ടോ. ചൂടുള്ള സമയത്ത് അരമണിക്കൂർ മതി കേട്ടോ. ഇപ്പോഴൊക്കെ നമുക്ക് സെറ്റാവും, കുറച്ചുകൂടി സമയം എടുക്കും, കാരണം സ്റ്റിക്കാണല്ലോ, അതുകൊണ്ടാണ്. കണ്ടോ, പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പിങ്ക്, മെറൂൺ, ഡാർക്കിനായിട്ടുള്ള ബ്രൗൺ, അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. നമ്മളിതിൻ്റെ ടോപ്പ് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കുക. വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക. കമൻറ്റും അതുപോലെ നിർദ്ദേശങ്ങൾ എല്ലാം ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ബൈ.